അതുകൊണ്ട് ഈ മിഖായേൽ ഗ്രൂപ്പിൻ്റെ കേച്ചേരിയിലുള്ള ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇനി നിങ്ങൾ വാമൊഴിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ് നമ്മുടെ വിശിഷ്ട അതിഥി സിനിമാ താരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഗതം പറയുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. എൻ്റെയും മിഖായേൽ ഗ്രൂപ്പിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി. താങ്ക് യു സർ. നമ്മുടെ മനം കവർന്ന നായിക സ്വാഗതം സ്വാസിക വിജയ്. നിറഞ്ഞ കൈയോടെ തന്നെ. ഇത്രയും നേരമായിട്ട് കാത്തിരിപ്പാണ് സ്വാസിക എപ്പോൾ എത്തുന്നു എന്നുള്ളത് അല്ലേ? കാരണം മിഖായേൽ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ജ്വല്ലറി ഷോറൂമാണ്. അപ്പൊ കുറേയൊക്കെ സ്റ്റൈലിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ജ്വൽസിന്റെ കാര്യത്തിലാണെങ്കിലും സ്വാസിക ട്രെൻഡ് സെറ്റർ ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ആ അഭിനയത്തിന്റെ ഒപ്പം ഇഷ്ടപ്പെട്ടുള്ളതും ആ ഒരു സ്റ്റൈലിങ്ങിന്റെ കാര്യത്തിൽ തന്നെയാണ്. അപ്പോൾ മിഖായേൽ ഗ്രൂപ്പും അത്തരത്തിൽ യുണീക്കായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേച്ചേരിയിൽ പുതിയ ഷോറൂം പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സാന്നിധ്യം കൂടി ആകുമ്പോൾ പ്രതീക്ഷകളേറെയാണ് അല്ലേ? ആ സ്നേഹം ഒന്ന് കൊടുത്ത് നിറഞ്ഞ കഴിയോടെ തന്നെ ഒരിക്കൽ കൂടി. കേച്ചേരിക്കാർക്ക് ഇത് ഓണ സമ്മാനം കൂടിയാണ്. മിഖായേൽ ഗ്രൂപ്പിന്റെ ആ ഒരു ഓണ സമ്മാനം നൽകാൻ കൂടി വേണ്ടിയിട്ടാണ് സ്വാസി കൂടി എത്തിയിരിക്കുന്നത്. സോ ഹൗ ഡു ഫീൽ? എല്ലാവർക്കും നമസ്കാരം. മുകളിലും താഴെയും എല്ലാം ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആൾക്കാർക്കും ഒരുപാട് സ്നേഹത്തോടെ ആദ്യം തന്നെ ഓണം ആശംസിക്കുന്നു. നല്ലൊരു നിറഞ്ഞ സദസ്സിനെ ഓണക്കാലത്ത് നമുക്ക് എല്ലാവർക്കും അതാണ് ആഗ്രഹം. നമ്മളെല്ലാം എവിടെ ചെന്നാലും ഒരു ആഘോഷത്തിന്റെ ഫീല് കിട്ടുന്ന പോലെ ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഒക്കെ ആണല്ലോ നമ്മളൊരു ഫേവറേറ്റ്. അപ്പൊ ഇവിടെയും ഞാൻ പുതിയ കളക്ഷൻസ് എന്തൊക്കെയാണ് ഓണത്തിന്റെ ആയിട്ട് വന്നിരിക്കുന്ന എന്തെങ്കിലും വെറൈറ്റി ഡിസൈൻസ് ഉണ്ടോ അതൊക്കെ നോക്കാൻ തന്നെയാണ് എന്റെയും ആഗ്രഹം. പിന്നെ കേച്ചേരിക്കാർക്ക് സ്വന്തമായിട്ട് ഇനി മിഖായേൽ ദാ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ, അത് കല്യാണം ആയിക്കോട്ടെ, ഹൗസ് വാമിങ് അല്ലെങ്കിൽ ഓണം, എല്ലാത്തിനും പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങിയ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ഡിസൈൻസ് ഒക്കെ ഉള്ള ഒരു ജ്വല്ലറി ആയിട്ട് കേച്ചേരിയിൽ മിഖായേൽ ഇങ്ങനെ ഒരുപാട് നാള് നീൽനാൾ വാഴട്ടെ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. അതല്ലേ? തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയാണ്. മിഖായേൽ സ്വന്തം കുടുംബാംഗങ്ങളാണ്. അപ്പൊ വനിത ഈ ഒരു സംരംഭത്തിന്റെ ഒപ്പം വ്യാവസായിക വളർച്ചയിലെ വളരെ സന്തോഷമല്ലേ? അല്ല, സ്ത്രീകൾ നമ്മളെപ്പോഴും പറയല്ലോ സ്ത്രീ ശക്തി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്ത്രീകളാണ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. പിന്നെ സാർ എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് സാർ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെയും കൂടി ഒരു വിജയമാണ് ഈ സ്ഥാപനത്തിന്റെ വിജയം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വരുമ്പോ എല്ലാവരെയും പറ്റുന്ന പോലെ എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. കാരണം നിങ്ങളില്ലെങ്കിൽ ഈ സ്ഥാപനം ഇല്ലാന്ന് സാർ ഇങ്ങനെ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥാപനത്തിനെ ഇതേപോലെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ഇനിയും സാധിക്കട്ടെ. നിങ്ങളാണ് മിഖായേൽ അല്ലെങ്കിൽ ഈ ജ്വല്ലറിയുടെ അല്ലെങ്കിൽ ഇവരുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ്, അത് നമുക്ക് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സ്റ്റാഫുകൾ അങ്ങനെയല്ല, നെടും തൂണായിട്ട് അന്നും ഇന്നും ഒരേപോലെ നിൽക്കും. ഇനി ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പൊ അതുകൊണ്ട് ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. ഫാമിലി ആയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഓണത്തിന് ഇതേപോലെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ്, മേ ബി നമ്മുടെ കോവിഡും അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഇഷ്യൂസും ഈവൻ ഇപ്പൊ വയനാടിന്റെ ആ സങ്കടകരമായ അതിൽ നിന്നൊക്കെ കുറച്ച് ആളുകൾ മാറി വരുന്നതുകൊണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓണം ആയതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് സന്തോഷം. കുറെ വേദികളിൽ പെർഫോം ചെയ്യാൻ ഞാൻ ഇപ്പൊ ഇന്നും ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, അതിനു വേണ്ടി പോവാണ്. നാളെയും ഉണ്ട്. അപ്പം എല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഓണക്കാലം കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസവും ഭയങ്കര ദൈവാനുഗ്രഹിച്ച് തിരക്കാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്രാവശ്യത്തെ ഓണം കുറച്ച് സ്പെഷ്യൽ ആകുമായിരിക്കും. നമ്മൾ പറയുമല്ലോ ഒരു സങ്കടം നമുക്ക് എല്ലാവർക്കും തന്നാൽ കുറച്ചൊരു സന്തോഷം തരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സങ്കടത്തിൽ നിന്ന് മാറി മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ഇപ്രാവശ്യത്തെ ഓണം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞ ആദ്യ ഓണമാണ്. ആ ഒരു ഓണ സമ്മാനമായിട്ട് കൂടി എത്തുകയാണ്. അപ്പൊ ഇരട്ടി മധുരമാണ് അല്ലേ? ആ ഇരട്ടി മധുരത്തിന്റെ ഒരു കൈയ്യടി കൊടുത്തത് ഹൈ എനർജി ലെവലായിക്കോട്ടെ. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ നിന്ന് കൂടി ഒരുമിച്ച് ഈ ആഘോഷ വേളയിൽ സാന്നിധ്യം കുറെ കൂടി കൂട്ടുറപ്പിക്കുകയാണ്. ആൻഡ് തീർച്ചയായിട്ടും ഇനി നമുക്കറിയാം കേച്ചേരി